ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ മാറിയേക്കും എന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പിക്ക് ലഭിച്ചേക്കും. നിതീഷിന്റെ മകൻ നിഷാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയായേക്കുമെന്ന വിവരങ്ങളോട് പുറത്തുവരുന്നു. നിതീഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ഈ നീക്കം എന്നുകൂടി അറിയുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? അത് ബി.ജെ.പിക്ക് ലഭിക്കുന്നു പറയുമ്പോൾ അതിനൊരു മുഖം ആരാണ് ബീഹാറിൽ? പ്രജിൻ, ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ നാളായി തന്നെ നിതീഷ് കുമാറിനെ അലട്ടുന്നുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം മാറി നിന്നേക്കും എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDA സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു മുഖം ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് നിതീഷ് കുമാറിനെ തന്നെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു സുഖകരമായ എക്സിറ്റ് അല്ലെങ്കിൽ ആ പദവി ഒഴിയൽ ഒരുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അത്തരം ഒരു ചർച്ചയിലേക്ക് NDA കടന്നിരിക്കുന്നു എന്നാണ് ബീഹാറിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 സീറ്റുകളിലാണ് ബീഹാറിൽ ഒഴിവുള്ളത്. അതിൽ ബി.ജെ.പിയുടെ 2 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിയുടെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഇനി JDUവിന് 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താം. അതിൽ ഒരു സീറ്റിലേക്ക് നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിനെ പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇത്തരത്തിൽ ബീഹാറിലെ ഒരു നേതൃമാറ്റത്തിന്റെ ചർച്ചകളിലേക്ക് കടക്കുന്നത്. അങ്ങനെയെങ്കിൽ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് മത്സരിക്കും. പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി.ജെ.പിയിൽ നിന്നും ഒരു നേതാവായിരിക്കും എത്തുക. അത് നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ ഉപമുഖ്യമന്ത്രി തന്നെയായിരിക്കും. ബി.ജെ.പി ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പകരം നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിനെ MLC ആയി ലെജിസ്ലേറ്റീവ് കൗൺസിൽ വഴി അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കുകയും തുടർന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്യും എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട നിതീഷ് കുമാർ തന്നെയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോടെയോ ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.